ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു ജ്യൂസാണ്. അപ്പോൾ വളരെ ടേസ്റ്റിയായി നമുക്ക് പപ്പായ ജ്യൂസ് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ എല്ലാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഞാൻ ദാ ഇവിടെ നല്ല പഴുത്ത പപ്പായ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായ നല്ല പഴുത്ത പപ്പയാണിത്. ഇനി നമുക്കിതാ ഇതൊന്ന് തൊലിച്ചെത്തിയെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ പപ്പായയുടെയൊക്കെ തൊലി നന്നായിട്ടൊന്ന് ചെത്തി എടുത്തിട്ടുണ്ട്. ഇനി ഇതാ ഈ പപ്പായ നമുക്കിതുപോലെ ഒന്ന് കട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ പപ്പായ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതാ ഇതിനകത്തുള്ള ഈ കുരു നമുക്കൊന്ന് എടുത്ത് കളയണം. കുറച്ച് കുരു മാത്രമേ ഇതിനകത്തുള്ളൂ. ഇത് നമുക്കൊന്ന് എടുത്ത് മാറ്റാം. ഇനി നമുക്കിതാ ഈ പപ്പായ ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇതാ നമ്മുടെ പപ്പായ എല്ലാം ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് കൊച്ചു കൊച്ചു പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു മിക്സിയുടെ ജാർ എടുക്കാം. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പപ്പായയുടെ പീസ് നമുക്ക് ഈ മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കണം. നമ്മളിതാ ഈ ജ്യൂസിൽ നമ്മളൊരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതാ പാൽപ്പൊടിയാണ്. നമ്മൾ ഒരു സ്പൂൺ പാൽപ്പൊടിയും കൂടെ ഇതാ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ പാൽപ്പൊടി ചേർത്ത് കൊടുക്കുമ്പോൾ വളരെ ടേസ്റ്റിയാണ് നമ്മുടെ ജ്യൂസിന്. ഇനി നമുക്ക് മധുരത്തിന് ആവശ്യമായ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കണം. ഇതാ ഒരു ഗ്ലാസ് വെള്ളവും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഒരു ഗ്ലാസ് വെള്ളം മാത്രമേ ഞാൻ ഇതിൽ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ ഇതാ ഞാനിവിടെ നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ ഇവിടെ നന്നായിട്ട് നമ്മളൊന്നത് അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ നല്ല തിക്നെസ്സിലാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്കൊരു ഗ്ലാസ്സിലോട്ട് ഇത് മാറ്റിക്കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മൾ ഗ്ലാസ്സിലേക്ക് ഇത് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതാ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് കുറച്ച് നട്ട്സാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അണ്ടിപ്പരിപ്പും അതുപോലെ തന്നെ ബദാമുമാണ്. ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് നമുക്കിതാ ഈ ജ്യൂസിൻ്റെ മുകളിലോട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കാം. നമ്മുടെ ജ്യൂസിൻ്റെ കൂട്ടത്തിലിട്ട് അടിക്കുന്നില്ല, അപ്പോൾ അതങ്ങ് പേസ്റ്റായി അടിഞ്ഞു പോകും. ഇതാകുമ്പോൾ നമുക്കിതാ ജ്യൂസ് കുടിക്കുമ്പോൾ ചെറുതായിട്ടൊന്ന് കടിച്ചൊക്കെ കുടിക്കാവുന്നതാണ്. കടിക്കാനൊക്കെ നമുക്ക് നട്ട്സ് കിട്ടും. അപ്പോൾ ഇതാ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള പപ്പായ ജ്യൂസ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ ഇനി പപ്പായ വാങ്ങുമ്പോൾ ഒരിക്കലെങ്കിലും ഇതുപോലെ ഒന്ന് ജ്യൂസ് അടിച്ച് നോക്കുക. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ജ്യൂസാണ്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കല്ല്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും മറക്കല്ല്. ഇതുപോലുള്ള ഈസി റെസിപ്പിയുമായിട്ട് ഇനിയും കാണുന്നത് വരെ bye bye and thanks for watching.